A+ട്യൂബിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തെക്കുറിച്ചിട്ടുള്ള കാര്യം ചർച്ച ചെയ്യാം. ATM തട്ടിപ്പ് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പത്രത്തിൽ മിക്കവാറുമൊക്കെ വാർത്ത വരുന്ന ഒരു കാര്യമാണ് ATM തട്ടിപ്പ്. ഇത് സംബന്ധിച്ച് നേരത്തെ ഒരു എപ്പിസോഡ് വിശദമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഒരു വിശദീകരണം കൂടി നിങ്ങൾക്ക് നൽകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് A+ട്യൂബ് ഇപ്പോൾ ഒരു പ്രത്യേക എപ്പിസോഡ് ചെയ്യുന്നത്. ഈ വിഷയത്തെ സംബന്ധിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് എന്നുള്ളതാണ്. കാരണം നിരവധി തട്ടിപ്പുകൾ നമ്മുടെ രാജ്യത്ത് ATMുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അപ്പം അതിൽ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് എന്നുള്ളതാണ്. നമുക്ക് ഇങ്ങനെ ATMിൽ നിന്നും പണം നഷ്ടപ്പെട്ടു. എങ്ങനെയാണ് നഷ്ടപ്പെടുക? നമ്മൾ ATMിലേക്ക് കാർഡ് ഇട്ടു, നമ്മൾ പണം ക്ലെയിം ചെയ്തു. ATM നമുക്ക് പണം തന്നില്ല. ATMിൽ നിന്ന് നമുക്ക് പണം കിട്ടിയില്ല. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ പണം പോയിരിക്കുകയും ചെയ്യുന്നു. നമുക്ക് പൈസ കയ്യിൽ കിട്ടിയില്ല, പക്ഷേ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോവുകയും ചെയ്തു. ഇങ്ങനെ പോകുമ്പോൾ അടിയന്തരമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ഒന്ന്, ഉടൻ തന്നെ നിങ്ങൾ ബാങ്കിലേക്ക് വിളിച്ചു പറയണം. ബാങ്കിൻ്റെ ഫോൺ നമ്പർ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്തിരിക്കണം. അടിയന്തരമായിട്ട് നിങ്ങൾ ഈ ബാങ്കിൽ, ബന്ധപ്പെട്ട ബാങ്കിൽ, ഏതൊക്കെ ബാങ്കാണ് ആദ്യം അറിയുക, നമ്മുടെ അക്കൗണ്ടുള്ള ബാങ്കിൽ വിളിച്ചറിയിക്കാം. 2, നമ്മൾ ATM കാർഡ് ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ടുള്ള ATMിൽ തന്നെ നമ്മൾ ഇടണമെന്നില്ല. അവിടെ നല്ല കാശ് ചിലപ്പോൾ പിൻവലിക്കുക. ഇപ്പോൾ SBIയിൽ അക്കൗണ്ട് ഹോൾഡർ, ATM കാർഡുള്ള ഒരാൾ വേണമെങ്കിൽ CSBയിൽ, കാത്തലിക് സിറിയൻ ബാങ്കിൽ നിന്ന് പണമെടുക്കാം. ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നോ കനറയിൽ നിന്നോ അതുപോലെ ഫെഡറൽ ബാങ്കിൽ നിന്നോ ഒക്കെ എടുക്കാം. അങ്ങനെ എടുക്കുന്നത് കൊണ്ട് നമുക്ക് തീർച്ചയായും നമുക്ക് ആ പണം നഷ്ടപ്പെട്ടാൽ, നമ്മൾ ക്ലെയിം ചെയ്തത് ATM നമുക്ക് തന്നില്ല, പക്ഷേ അക്കൗണ്ടിൽ നിന്നും കുറവ് വന്നാൽ ഈ 2 സ്ഥലത്തും പരാതി കൊടുക്കാം. അത് നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ ഈ 2 ബാങ്കുകളും നമുക്ക് തരാൻ റെസ്പോൺസിബിളാണ്. നമ്മുടെ അക്കൗണ്ട് SBIയിൽ ഉണ്ടെങ്കിൽ അവിടെ പരാതി കൊടുക്കാം. അവർ തരാൻ രണ്ടിടത്തുനിന്നും ഒരുമിച്ച് തരും എന്ന് നിങ്ങൾ കരുതരുത്. ഒരിടത്തുനിന്നേ കിട്ടുള്ളൂ. SBIക്കും നമുക്ക് കൊടുക്കാം. അല്ല എങ്കിൽ ATM ഏത് ബാങ്കിൻ്റെ ATM കൗണ്ടറിലാണോ നമ്മൾ ഇട്ടത് ആ ബാങ്കിന് പരാതി കൊടുക്കുകയും ചെയ്യാം. ഇങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ അവരിത് തരണം എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ളത്. 5 ദിവസമാണ്. 5 ദിവസത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ട പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചിട്ടിരിക്കണം. 5 ദിവസം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ നടന്ന ദിവസം, ആ ദിവസം കഴിച്ചിട്ടുള്ള 5 ദിവസമാണ്. അതുകൂടെ കൂട്ടുകയാണെങ്കിൽ ശരിക്കും ഒരു 6 ദിവസം എന്ന് നമുക്ക് പറയാം. 5 ദിവസത്തിനുള്ളിൽ നമുക്ക് തിരിച്ചിട്ടിരിക്കണം. അങ്ങനെ തിരിച്ചിട്ടില്ലെങ്കിലോ, നമ്മുടെ അക്കൗണ്ടിലേക്ക് അവരത് ട്രാൻസ്ഫർ ചെയ്ത് തന്നില്ലെങ്കിലോ, ഓരോ ദിവസവും പിന്നീടുള്ള 5 ദിവസം കഴിഞ്ഞ്, ഇല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ നടന്ന ഒരു ദിവസം 6 ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസം മുതൽ പെർ ഡേ 100 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ബന്ധപ്പെട്ട ബാങ്ക് ഇട്ട് തരണം. നമ്മൾ പരാതി ഏത് ബാങ്കിനെതിരാണോ നമ്മൾ കൊടുത്തത് ആ ബാങ്കുകാർ നമുക്ക് 100 രൂപ വീതം പെർ ഡേ തരണം എന്നുള്ളതാണ്. അത് തരുന്നതിന് പ്രത്യേക അപേക്ഷ കൊടുക്കണോ എന്നൊരു സംശയം ചിലർക്കൊക്കെ ഉണ്ടാവാം. വേണ്ട, അപേക്ഷ ഒന്നും കൊടുക്കണ്ട. ഇത് പ്രത്യേക ഇൻസ്ട്രക്ഷൻ RBI തന്നെ കൊടുത്തിട്ടുള്ള, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ പ്രത്യേക ഇൻസ്ട്രക്ഷൻ ബാങ്കുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് 5 ദിവസത്തിനുള്ളിൽ അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, അതായത് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് 100 രൂപ പെർ ഡേ കൊടുക്കണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? 100 രൂപ നമുക്ക് തരുന്നില്ല. നമുക്ക് പൈസ തിരിച്ച് തന്നു, അക്കൗണ്ടിൽ ഇട്ട് തന്നു, പക്ഷേ 100 രൂപ തന്നില്ല. കാലതാമസം 10 ദിവസം കഴിഞ്ഞാണ് നമുക്ക് തന്നത്. 10 ദിവസമാണെങ്കിൽ എത്ര? 400 രൂപ നമുക്ക് കിട്ടണം, ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ. കാരണം 5+ കഴിഞ്ഞ്, 5+ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഈ ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ടുള്ള ദിവസം. അങ്ങനെ 6 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ 10 ദിവസം കഴിഞ്ഞാൽ 4 ദിവസത്തെ തരണം. 400 രൂപ നമുക്ക് കിട്ടണം. അങ്ങനെ തന്നില്ലെങ്കിൽ ബാങ്കിങ് ഓംബുഡ്സ്മാന് പരാതി കൊടുക്കാം. പരാതി കൊടുക്കേണ്ടത്, ബാങ്കിനെ സംബന്ധിച്ച് എല്ലാ പരാതിയും കൊടുക്കാനുള്ളത് ബാങ്കിങ് ഓംബുഡ്സ്മാനാണ്. അതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾ ബാങ്ക് മാനേജർക്ക് നിങ്ങൾക്ക് ഒരു ലെറ്റർ കൊടുക്കാം. കൊടുത്തില്ലെങ്കിൽ ബാങ്കിങ് ഓംബുഡ്സ്മാൻ, ഏറ്റവും നല്ലത് ബാങ്ക് മാനേജർക്ക് കത്ത് കൊടുക്കുക എന്നുള്ളത്. ഞാൻ അക്കൗണ്ട് ഹോൾഡറാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, എനിക്ക് നഷ്ടപ്പെട്ട തുക തന്നത് ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണ്, അതുകൊണ്ട് എനിക്ക് 100 രൂപ വെച്ച് എനിക്ക് ഇത്രയും ഡിലേ വന്ന ദിവസത്തേക്ക് തരണം എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു പെറ്റീഷൻ കൊടുക്കാം. ഇല്ലെങ്കിൽ ബാങ്കിങ് ഓംബുഡ്സ്മാൻ, അവിടെയും പരിഹാരം ഉണ്ടെങ്കിൽ ബാങ്കിങ് ഓംബുഡ്സ്മാന് കൊടുക്കാം. ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഈ ബാങ്കിൻ്റെ, നിങ്ങൾക്ക് അക്കൗണ്ടുള്ള ബാങ്കിൻ്റെ ടോൾ ഫ്രീ നമ്പറുകളുണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്യണം.
അവരുടെ ഈ ടെലഫോൺ നമ്പറുണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇമെയിൽ ID നിങ്ങൾ നോട്ട് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങളുടെ പേഴ്സിലോ നിങ്ങളുടെ ബുക്കിലോ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇതൊക്കെ നമ്മളത് ഇത് എപ്പോഴും നമുക്ക് ആവശ്യമാണ്. മൊബൈലിൽ തന്നെ സേവ് ചെയ്തിട്ടിരുന്നാലും ഒരു കുഴപ്പമില്ല. അതൊന്നും ആരെങ്കിലും മൊബൈലിൽ നിന്ന് കോപ്പി ചെയ്യുമെന്നൊന്നും ഭയക്കേണ്ടതില്ല. കാരണം ബാങ്കിൻ്റെ ഫോൺ നമ്പറുകളല്ലേ നമ്മൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്തരം വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ചാനലാണ് A+Tube. സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യണം, പ്രൊമോഷന് വേണ്ടി ഈ ചാനലിനെ ലൈക്ക് ചെയ്യണം. ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ എല്ലാ ദിവസവും എപ്പിസോഡുണ്ട്, അത് നിങ്ങൾക്ക് കാണാനും കഴിയും. എല്ലാവർക്കും നന്ദി.